നമസ്കാരം, ഞാൻ ശ്രുതി നിതിൻ. ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായിട്ടൊരു കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന പുളിശ്ശേരികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു പുളിശ്ശേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മളെല്ലാവരും മാമ്പഴ പുളിശ്ശേരിയും പൈനാപ്പിൾ പുളിശ്ശേരിയും പഴം പുളിശ്ശേരിയും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾ മുന്തിരി കൊണ്ടുള്ള പുളിശ്ശേരി കഴിച്ചിട്ടുണ്ടോ? എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരി കൊണ്ടുള്ള പുളിശ്ശേരിയാണ്. ഇവിടെ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ മുന്തിരി പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വരാം. മുന്തിരി പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിലോട്ട് ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മുന്തിരി ചേർത്ത് കൊടുക്കാം. 1/2 കിലോ മുന്തിരി എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് മുന്തിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസ് മുന്തിരി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി എല്ലാം ഇതിലേക്ക് ഇടുന്നുണ്ട്. മുന്തിരിയൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് നിങ്ങൾ കഴുകിയിട്ട് കഴിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഞാൻ എൻ്റെ മുന്തിരി ജ്യൂസിൻ്റെ വീഡിയോയിൽ എങ്ങനെ മുന്തിരി കഴുകണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും അത് കാണാത്തവർക്കായിട്ട് ഞാൻ വീണ്ടും ഒന്ന് പറയുകയാണ്. സാധാരണയായിട്ട് നിങ്ങൾ മുന്തിരി മാത്രമല്ല ഏത് പച്ചക്കറി ആയാലും എന്തായാലും നിങ്ങൾ നന്നായി കഴുകിയിട്ട് മാത്രം ഉപയോഗിക്കുക. എല്ലാത്തിനും നല്ല വിഷമൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പിലോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയുടെ വെള്ളത്തിലോ ഒക്കെ ഇട്ട് വെച്ചതിന് ശേഷം മാത്രം കുറച്ച് ചേമ്പ് എടുത്തിട്ട് നന്നായി പൈപ്പിൻ്റെ ചുവട്ടിൽ കാണിച്ച് കഴുകിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഈ മുന്തിരിയും കുറച്ച് ഉപ്പും മഞ്ഞളും കൂടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത മുന്തിരിയാട്ടത്. ഇനി മുന്തിരി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില നന്നായി ഒന്ന് തിരുമ്പിയിട്ട് ചേർത്ത് കൊടുക്കാണ്. അതിനുശേഷം 2 പച്ചമുളക് ഇതുപോലെ നടു കീറിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇപ്പം ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ആ ഉപ്പും ഇതൊക്കെ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിന് വേവാനായിട്ട് അനുവദിക്കട്ടെ. മുന്തിരി പെട്ടെന്ന് തന്നെ വെന്തോളും, അധികം സമയമൊന്നും എടുക്കില്ല. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നാളികേരം ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം ഞാനിവിടെ 1 ഗ്ലാസ് നാളികേരം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് വെച്ച് വെക്കാട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകം പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്താലും മതിട്ടാ. ഇനി ഈ കറിയിലെ എരിവിനായിട്ട് നമുക്ക് കുറച്ച് പച്ചമുളക് അരച്ച് ചേർക്കണം. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടും പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ടും നിങ്ങൾ ചേർക്കാട്ടാ. അപ്പം നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 3 പച്ചമുളകൊക്കെ ചേർത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര പച്ചമുളകും ചേർക്കണ്ട, ഇതിനും കുറച്ച് ചേർത്താൽ മതി. നമുക്കിത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പം മുന്തിരി ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3-4 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം മുന്തിരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചാറിനൊക്കെ കണ്ടില്ലേ മുന്തിരിയുടെ കളർ വന്നിട്ടുണ്ട്. പിന്നെ മുന്തിരിയുടെ തോലൊക്കെ ഇങ്ങനെ വേർപെട്ടിട്ടുണ്ട് മുന്തിരിയിൽ നിന്ന്. ഇനി ഈ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇതിലോട്ട് മോര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആവശ്യത്തിന് പുളിയുള്ള മോരാണ് എടുത്തേക്കുന്നത്. ഒരു 1/2 ഗ്ലാസ് മോര് എടുത്തിട്ടുണ്ട്, അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലാസ്സിൽ തന്നെ കേട്ടോ ഞാൻ തേങ്ങ അളന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങയൊക്കെ അളക്കാൻ എടുക്കുന്ന അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ ഇതും കൂടി അളന്നെടുത്താൽ മതി കേട്ടോ. ഈ നന്നായിട്ട് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് പിരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഈ സമയത്ത് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. തിളയ്ക്കുന്നത് വരെ നിങ്ങളൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. തിളച്ച് വന്നു തുടങ്ങിയാൽ നിങ്ങൾ ഇളക്കി കൊടുക്കണമെന്നില്ല കേട്ടോ. ഇപ്പം ഇതുപോലെ മുന്തിരി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലേ ആ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ബൗളിലുള്ള ബാക്കിയുള്ള അരപ്പും കൂടി കിട്ടാനായിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ആ നാളികേരത്തിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. ഞാനിപ്പോൾ ഈ സമയത്ത് ഇതിൽ എത്രത്തോളം പുളി ഉണ്ടെന്ന് നോക്കാണ്. അപ്പോൾ ഇതിലും മോരിൻ്റെ മാത്രമല്ലല്ലോ പുളി ഉണ്ടാവും, മുന്തിരിക്കും പുളി ഉണ്ടാവും. അപ്പോൾ ആ പുളി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ എത്രത്തോളം പുളി ഉണ്ടെന്ന് നോക്കാണ്. എന്നിട്ട് ഇതിൽ ഉപ്പ് വേണമെന്ന് വെച്ചാൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയൊന്ന് കുറച്ചൊന്ന് കുറഞ്ഞ് കിട്ടും. ഇനി പുളിയൊന്ന് കറിയാനായിട്ടും എല്ലാ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആയി നിൽക്കാനായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇപ്പം കണ്ടില്ലേ മുന്തിരി ഉടഞ്ഞ് ചേർന്നിട്ടൊന്നുമില്ല, നല്ല ഭംഗിയിൽ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ ഈ മുന്തിരി പുളിശ്ശേരിക്ക് ഈ ഒരു കളറായിട്ട് ഉണ്ടാവുക, അല്ലാതെ മഞ്ഞ കളറിലൊന്നും ഇരിക്കില്ല. നമ്മൾ മാമ്പഴ പുളിശ്ശേരിയോ അല്ലെങ്കിൽ പഴം പുളിശ്ശേരി ഒന്നും ചെയ്യണ പോലെ ഒന്നും ഇരിക്കില്ല കേട്ടാ. കാരണം നിങ്ങൾക്കറിയാലോ ഈ മുന്തിരി കറുത്ത മുന്തിരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ കളറും കൂടി ഇളകി വരുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ കളറ് കിട്ടുക.
ഇപ്പോൾ ഇതിങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അധികം നേരം തിളപ്പിക്കേണ്ട, ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാണ്. അതിന് മുന്നേ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഒന്ന് തിരുമ്പിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഇപ്പോൾ ഓഫ് ആക്കുന്നുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിയില്ലേ, അതൊന്ന് കുറച്ച് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഈ ചൂടിൽ തന്നെ കിടന്നിട്ട് ഒന്ന് വെന്ത് വന്നോളൂ കേട്ടോ. മുന്തിരിയല്ലേ പെട്ടെന്ന് വെന്തോളൂ. അപ്പം ഇങ്ങനെ കാണാനായിട്ട് ഒരു ഭംഗിയല്ലേ, അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത്. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിരിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് താളിച്ച് ചേർക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതൊരു നാടൻ കറി ആയതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണയാട്ടോ കൂടുതൽ നല്ലത്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉലുവ കൊളസ്ട്രോൾക്കാർക്കൊക്കെ നല്ലതായതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ കറികളിലൊക്കെ കൂടുതൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്താൽ മതി കേട്ടോ. ഉലുവ നന്നായി ഒന്ന് പൊട്ടിത്തീരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് പൊട്ടിത്തീരുന്നതോടുകൂടി ഒരു 3-4 വറ്റൽമുളക് നടുവൊന്ന് പൊട്ടിച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വേപ്പിലയിൽ വെള്ളം നനവുള്ളതുകൊണ്ട് തന്നെ വേപ്പില ചേർത്ത് അപ്പം തന്നെ ഒരു മൂടി എടുത്തിട്ട് അതൊന്ന് മൂടി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആ പൊട്ടിത്തെറിക്കുന്നത്, അതായത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. ഇനി താളിച്ചത് നമുക്ക് മുന്തിരി പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി റെഡി ആവും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ എന്നെ അറിയിക്കാനായിട്ട് മറക്കല്ലേ കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വലതുഭാഗത്ത് കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഇല്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അതോടൊപ്പം ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ആ ബെല്ലൈക്കണിലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒരു 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ അത് അപ്പം തന്നെ കാണാനും പറ്റും. ഇപ്പോൾ താളിച്ചതൊക്കെ മുന്തിരി പുളിശ്ശേരിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വിഭവങ്ങളുമായിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.